സുഭാഷ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ചാന്ദിനി കൊണ്ടുവന്ന ഗുലാബ് ജാമുൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതും ഗായത്രിയുടെ ഫ്രണ്ട്സ് വന്നിട്ട് സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഗായത്രി ഒരേ കരച്ചിലാണ്. 2 ദിവസം കഴിഞ്ഞ് അവളുടെ അമ്മയും അച്ഛനും വരും. അപ്പോൾ നിങ്ങളുടെ കാര്യം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ പ്രേമിച്ചിട്ട് ചീറ്റ് ചെയ്യാനാണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചത്. അതൊരു ചെറിയ കൊച്ചല്ലേ, ആകെ എനിക്ക് 2 ആഴ്ചത്തെ പരിചയമുള്ളൂ, ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല, വെറും ജസ്റ്റ് ഒരു ഫ്രണ്ടിനും പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് വന്നിട്ട് കാര്യമൊക്കെ സോൾവ് ആക്കിയിട്ട് അവരെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വല്ല ആവശ്യമുണ്ടായിരുന്നു ഏട്ടത്തെ ഇമ്പ്രസ് ചെയ്യാൻ പോയിട്ട് ഏട്ടൻ തന്നെ ഇപ്പോൾ കുടുങ്ങിയില്ല, ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് കാര്യം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. രാവിലെ ഭാസ്കരൻ്റെ പാട്ട് കേട്ടിട്ട് നിധി പറയുന്നുണ്ട്, അച്ഛൻ നന്നായി പാട്ട് പാടുന്നുണ്ടല്ലോ, പാട്ട് പാടാൻ പോയാൽ മതിയായിരുന്നു, വെറുതെ വളയം പിടിച്ചിട്ട് ഡ്രൈവറായി പോകേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛൻ നല്ല തമാശയും നല്ലോണം വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങളാരും ഇങ്ങനെ സംസാരിക്കാറൊന്നും ഇല്ലല്ലോ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് പറയുന്നുണ്ട് സുഭാഷ്, അച്ഛൻ നിധിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു, ഞങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെ സംസാരിക്കാറേ ഇല്ല, നിധി പറയുന്നത് മാത്രമേ അച്ഛൻ അനുസരിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതും സുധീഷിനെ അന്വേഷിച്ചിട്ട് ഓണർ വരുന്നുണ്ട് വണ്ടിയുടെ. എന്നിട്ട് വന്നിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. വണ്ടിയും എടുത്തിട്ട് വന്ന് വീട്ടിൻ്റെ മുമ്പത്ത് ഇട്ടിട്ട്, നീ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വിളിച്ചാൽ എങ്ങനെയാണ് കിട്ടുക? ഇന്നലെ രാത്രി തൊട്ട് ഞാൻ വിളിക്കുകയല്ലേ, ഓട്ടം വന്നിട്ട് എന്താ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിധി ഫോൺ പോയി നോക്കുമ്പോൾ 80% ചാർജ് ഉണ്ടാകും. അപ്പോൾ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഏട്ടാ അതിൽ ഫുൾ ചാർജാണ് ഉള്ളത്, പിന്നെ എന്താ ഇങ്ങനെ പറയുന്നതെന്നറിയില്ല, ഇന്നലെ തൊട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഗായത്രി വിളിക്കുന്നുണ്ട്. കോളൊന്നും അറ്റൻഡ് ചെയ്യാണ്ട് ആളിങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിധിയും നികേഷും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഗായത്രി ഉണ്ടാകും. ഗായത്രി വന്നിട്ട് നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുധീഷ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താ പറ്റിയെന്ന് അറിയില്ല, ഇന്നലെ ബർത്ത്ഡേക്ക് വന്നിട്ട് പോയതാണ്, പിന്നെ രാത്രി തൊട്ട് ഇത്ര നേരം ഫോൺ എടുത്തിട്ടില്ല, എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്തെങ്കിലും വഴക്കായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വഴക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നികേഷ് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. കാമുവിനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയതും നികേഷ് ഗായത്രിയെ കൂട്ടിയിട്ട് വരുന്ന കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ട് നോക്കുന്നുണ്ട്. ഇനി അങ്ങനെ നികേഷ് പെൺകുട്ടിയെ കൂട്ടിയിട്ട് വരികയാണോ, വിളിച്ചിറക്കി കൊണ്ടുവന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഉള്ളിൽ പോയിട്ട് ഗായത്രീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സുധീഷേട്ടൻ എപ്പോഴും പറയാറില്ലേ ഗായത്രി എന്ന് പറഞ്ഞിട്ട്, ആ കുട്ടിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. സുധീഷിനെ കണ്ടതും ഗായത്രി പറയുന്നുണ്ട്, എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബോയ് ഫ്രണ്ട് എന്നല്ലാതെ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തേണ്ടത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരാളെ എന്തിനാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ചതാണ്, പക്ഷേ എനിക്ക് സുധീഷിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കേട്ടതും സുഭാഷ് പറയുന്നുണ്ട്, ബോയ് ഫ്രണ്ടോ? അതെ, എനിക്ക് സുധീഷിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.